എനിക്ക് എങ്ങനെയില്ല എൻ്റെ ഈ വസ്തു ഒന്ന് വിറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്തേലും ചെയ്ത് കളയും മോനെ. നിറുകയിൽ നല്ല സൗധങ്ങൾ വന്നു, നിരനിരയായി നിറഞ്ഞു നിൽക്കുന്നു, തെളിഞ്ഞൊരാ പുഴ നിറയെ മാലിന്യം. കഴിഞ്ഞ 45 വർഷമായി സുധയും വിജയനും താമസിക്കുന്നത് കൊച്ചിയിലെ പുറമ്പോക്ക് ഭൂമിയിലുള്ള ഈ കുടിലാണ്. ഈ കുടിലാണ് സുധയ്ക്ക് കൊട്ടാരം. വർഷമായി മോനെ ഞാൻ ഇതിനകത്ത് കിട. ഇപ്പൊ ഇത് നല്ല സുന്ദരമല്ലേ, കൊട്ടാരമല്ലേ മോനെ. ഇതിനകത്ത് എലിമടയായിരുന്നു. എലിമടയെന്ന് പറഞ്ഞാൽ നിവർത്തിയേണ്ടി എത്രയോ പേര് എനിക്ക് കട നന്നാക്കി തരാന്ന് പറഞ്ഞു. വയനാട്ടിൽ സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും ജീവിതമാർഗമില്ലാത്തതിനാൽ സർക്കാർ ആ ഭൂമി ഏറ്റെടുത്ത് മറ്റെവിടെയെങ്കിലും പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ വയനാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും? ഞാൻ മരവിച്ചു മനസ്സ്. കാരണം ഇല്ലായ്മയല്ല, പലയിടത്തും ഉണ്ട്. പക്ഷെ അത് വിറ്റ് കിട്ടണ്ടേ മോനെ. ആരെങ്കിലും അത് വിറ്റ് എനിക്ക് തന്നാലല്ലേ എനിക്കത്. അതുകൊണ്ട് എൻ്റെ സങ്കടവും ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഇത് കേൾക്കുവാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യുന്നില്ലേ, എനിക്ക് വെറുതെ തരണ്ട. ആ വസ്തു എടുത്തിട്ടെങ്കിലും ഒരു സഹായം ചെയ്താൽ. 75 വയസ്സായ വിജയനും 70 വയസ്സായ സുധയും പുറമ്പോക്കിലെ സ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്ത് നൽകിയാണ് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത്. ഞങ്ങൾക്ക് 2 ചോറിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഒരേ ഒരു മകനുള്ളത് ഭക്ഷണ വിഷബാധയേറ്റ് മരിച്ചുപോയി. ജീവിക്കാൻ നിവർത്തിയില്ല. 20 ചോറ് പോയാൽ 1400 രൂപ കിട്ടും. ഈ 1100 രൂപയെ മുടക്കിയാൽ പിന്നെ 100-300 രൂപയുണ്ട്. ആകെയുള്ള ഈ 2 ചോറാണ്. അല്ലാതെ ലാഭമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരുന്നവർക്ക് വയറുനിറച്ച് ഭക്ഷണം കൊടുക്കുക, ഞങ്ങളുടെയും വയറും, ഇത് മാത്രമേ ഉള്ളൂ. ഇതിനിടെ സഹായത്തിനായി പലരും എത്തി. പുറമ്പോക്കി കിടക്കുന്ന ഒരുമാതിരി പുച്ഛമല്ലേ നമ്മളോട്, ആളുകൾക്ക് പോലും. ചിലർക്ക് മാത്രം. ഇപ്പം ആ കുട്ടി ലിനാക്ലേറ്റസ്, എൻ്റെ പൊന്നു മോനെ, ആ പെങ്കൊച്ച് മെറ്റിലിട്ട് തന്നു, സിമെൻ്റ് ഇടാൻ ആളെ നിർത്തി. ഇത്ര ശരിയാക്കി തന്നു, ഈ മേശ തന്നു, 4 കസേര കൊണ്ട് തന്നു, ചോറും കറിയും വയ്ക്കാനുള്ള സകല സാധനങ്ങളും തന്നു. അതിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല മോനെ. ഇവിടെ നിന്ന് എനിക്ക് ഇരിക്കാൻ വെള്ളമില്ലാതെ കണ്ട് ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ തുപ്പ വെള്ളമായിരിക്കും. ഇഴയന്തുക്കൾ ഇഴഞ്ഞതിലെ കൂടെ പോകും. ആ വെട്ടം പോലും ഇല്ലാത്തടുത്ത് ആ കുഞ്ഞിന് ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കണമെന്ന് ഞാൻ ഏതു നേരവും പ്രാർത്ഥിക്കും. മകളെ മറക്കില്ല മരിക്കും നാൾ വരേക്കും, മനുഷ്യ പുഴുക്കളാം രണ്ടാത്മാക്കളെ പരിപൂണർന്നു നീയും മാറോടണച്ചുവല്ലോ. സുധയ്ക്കും വിജയനും ഈ വീട് കൊട്ടാരമാണ്. വയനാട്ടിൽ സ്വന്തമായുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പകരം പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.